ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം 2025 എന്ന് പറഞ്ഞാൽ കാൽപന്ത് കളിയിൽ ഒരുപാട് സുന്ദരമായിട്ടുള്ള കഥകൾ രചിക്കപ്പെട്ടുള്ള ഒരു വർഷമാണ്. അതിൽ തന്നെ പലതും ഇൻക്രെഡിബിൾ അണ്ടർ ഡോഗ് സ്റ്റോറീസാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ തന്നെ നമ്മൾ നെതർലാൻഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോ എഹെഡ് ഈഗിൾസ് എന്ന് പറയുന്ന ക്ലബ്ബ് അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഡച്ച് കപ്പ് നേടിയിട്ടുള്ള വർഷമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇറ്റലിയിലേക്ക് പോയി കഴിഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ബൊലോഞ്ഞ കിരീടമുയർത്തിയിട്ടുള്ള ഒരു വർഷമാണ്. ഇംഗ്ലണ്ടിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ്, ക്രിസ്റ്റൽ പാലസ് അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ മേജർ കിരീടം മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി നേടിയിട്ടുള്ളൊരു വർഷമാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിന് വിരാമം സംഭവിച്ചിട്ടുള്ളൊരു വർഷമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്കോട്ട്ലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അബർദീൻ, നമ്മുടെ സർ അലക്സ് ഫെർഗസൻ്റെ ഒക്കെ മുൻ ക്ലബ്ബാണ്. അവരുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനോടിൽ വീണ്ടും സ്കോട്ടിഷ് കപ്പ് കിരീടം ഉയർത്തിയിട്ടുള്ളൊരു വർഷമാണ്. അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള കഥകളോടൊപ്പം ഹാരി കെയ്ൻ തൻ്റെ കരിയറിൽ ആദ്യത്തെ മേജർ കിരീടം ഉയർത്തിയ വർഷം, സോണ് സ്പേഴ്സിൽ തന്നെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യത്തെ കിരീടം സ്പേഴ്സിൻ്റെ കുപ്പായത്തിൽ തന്നെ നേടിയിട്ടുള്ളൊരു വർഷം, സ്പേഴ്സിൻ്റെ കാത്തിരിപ്പിന് വിരാമം സംഭവിച്ചിട്ടുള്ള വർഷം, മാഞ്ചസ്റ്ററിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള കുറേ കഥകൾ, അണ്ടർഡോഗ് സ്റ്റോറീസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് കോൺഫറൻസ് ലീഗിലും അത്തരത്തിലുള്ളൊരു അണ്ടർഡോഗ് സ്റ്റോറിക്കുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോറി റയൽ ബെറ്റിസിന് ഇത്തവണ നേടാൻ സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിൻ്റെ പരിപാടിയാണ്. ചെൽസി ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജിൻ്റെ പരിപാടിയായിപ്പോയി, ഡിഗ്നിറ്റിയുടെ പരിപാടിയായിപ്പോയി. ശരിയാണ്, ഇത് യൂറോപ്പിലെ 3rd tier കോമ്പറ്റീഷനാണ്. ഞങ്ങൾ കുറേ പൈസയും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, സ്ക്വാഡ് വാല്യൂവിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മേജർ ട്രോഫികൾ അടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. അതായത് ബിഗ് യൂറോപ്യൻ ട്രോഫികൾ അടിക്കുക, അതായത് ചാമ്പ്യൻസ് ലീഗിൽ കോമ്പീറ്റ് ചെയ്യുക, പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുക, FA കപ്പ് അടിക്കുക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താണ്, ഇങ്ങനൊരു കോമ്പറ്റീഷനിൽ വന്ന് പെട്ടു, കോൺഫറൻസ് ലീഗിൽ വന്ന് പെട്ടു. അങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അടിക്കാണ്ട് പോകുന്നത് അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ലല്ലോ. അപ്പോൾ അതങ്ങ് അടിച്ചു, അത്രയും നടന്നിട്ടുള്ളൂ. അണ്ടർഡോഗ് സ്റ്റോറിക്ക് തൽക്കാലം ഇവിടെ സ്പേസ് ഇല്ല. പറഞ്ഞില്ലേ, ഇതൊരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് അടിച്ചില്ലെങ്കിൽ അത് ഭയങ്കര നാണക്കേടായി പോയേനെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കിത് അടിച്ചേ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളതങ്ങ് അടിച്ചു. റയൽ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിലൊക്കെ പൊരുതി നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വലിയ അന്തരമുണ്ട്. പൈസയുടെ കാര്യം നോക്കി കഴിഞ്ഞാലും ഈവൻ സ്ക്വാഡ് ഡെപ്തിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാലും വലിയ അന്തരമുണ്ട്. അപ്പോൾ മാനുവൽ പെല്ലഗ്രീനിയുടെ ടീമിന് ആദ്യം കൈയ്യട് കൊടുക്കുകയാണ്. അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ പ്രകടനം കാഴ്ചവെച്ചു. ഫസ്റ്റ് ഹാഫിലൊക്കെ ചെൽസിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അവർ ലീഡ് എടുക്കുന്നു. അബ്ദയാണ്, മുൻ ബാഴ്സലോണ താരമാണ്, അവർക്ക് ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇസ്കോ ഫസ്റ്റ് ഹാഫിൽ ഡാൻസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാജിക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് 33ാമത്തെ വയസ്സിലും. എന്താ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബോൾ കിട്ടുന്നില്ല, അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ ടൈറ്റ് സ്പേസിൽ നിന്നുള്ള മനോവറിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇസ്കോ അദ്ദേഹത്തിൻ്റെ ക്ലാസ് നമ്മൾ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് ഹാഫ് നമ്മൾ കണ്ടു. അങ്ങനെ 1-0 ഡിസേർവിങ് ലീഡ് ബെറ്റിസ് എടുക്കുകയാണ്. എൻസോ മരസ്ക എന്ന് പറഞ്ഞാൽ ചെൽസിയുടെ മാനേജറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടീം സെലക്ഷൻ കംപ്ലീറ്റ്ലി പാളിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു. ഓവർ തിങ്ക് ചെയ്തിട്ട് അദ്ദേഹം ഓവർ ട്വീക്ക് ചെയ്യുന്ന ഒരു രാജ്യം നമ്മൾ കാണുന്നു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ 3 ദിവസം മുമ്പാണ് ആ ഒരു ക്രൂഷ്യൽ ക്രഞ്ച് മത്സരം, ആ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ പോലത്തെ ഒരു മത്സരം ജയിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, അധികം സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇതും ഒരു കപ്പ് കോമ്പറ്റീഷനാണ്, ഒരു ഫൈനൽ മത്സരമാണ്, പ്രസ്റ്റീജ് പോരാട്ടമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമാണ്. അപ്പോൾ അതിൽ വല്ലാത്ത രീതിയിലൊരു റൊട്ടേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അങ്ങനെ റൊട്ടേഷൻ കൊണ്ടുവരുന്നു. ബദിയേഷിയിലും ചലോബയുമാണ് ഡിഫൻസിൽ കളിക്കുന്നത്, ഗുസ്തോ കളിക്കുന്നു, റീസ് ജെയിംസ് ബെഞ്ചിലിരിക്കുന്നു. ഒരു കപ്പ് ഫൈനലിൽ ക്യാപ്റ്റനെ ബെഞ്ചിലിരുത്തുന്ന സിനാരിയോ നമ്മൾ കാണുന്നു. പിന്നെ മിഡ്ഫീൽഡ് എൻസോ ഫെർണാണ്ടസ്, മോയിസസ് കായ്സേഡോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കോൾ പാമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മധൂക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാക്സൺ തിരിച്ചു വരുന്നു. കാരണം ലീഗിൽ ഞങ്ങൾക്ക് റെഡ് കിട്ടിയതുകൊണ്ട് കഴിഞ്ഞ മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ റിഡംഷനുള്ള ഒരു അവസരമായിരുന്നു ജാക്സൺ സംബന്ധിച്ചോളം. പക്ഷേ 1-0 ചെൽസി പുറകിൽ പോകുന്നു. ഫസ്റ്റ് ഹാഫിൽ ബെറ്റിസിനെ സംബന്ധിച്ചോളം ഗോളുകൾ കൂടുതൽ അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് നല്ല രീതിയിലൊരു അഡ്വാൻറ്റേജ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കാരണം ചെൽസി വളരെ പാസീവായിരുന്നു. ഈ ബെറ്റിസിൻ്റെ പ്രസ്സിങ്ങിന് മുമ്പിൽ ചെൽസി ഇടങ്ങറാകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ പൊസഷൻ നഷ്ടപ്പെടുന്ന ചെൽസി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കഥ മാറി, സീൻ മാറി. റീസ് ജെയിംസിനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ കൊണ്ടുവരുന്നു. എൻസോ മരസ്ക നല്ല രീതിയിലുള്ള ടീം ടോക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല റീസ് ജെയിംസ് ആ ഒരു അവസരത്തിൽ എൻസോ മരസ്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഡോൺ വറി, പേടിക്കേണ്ട ചങ്ങായി, നമ്മൾ ജയിക്കും എന്നുള്ളത്. അങ്ങനെ പിന്നീട് റീസ് ജെയിംസ് വരുന്നു, സീൻ മാറുന്നു. കോൾ പാമർ, എന്തുകൊണ്ടാണ് ചങ്ങായിനെ കോൾഡ് പാമർ എന്നുള്ളത് വിളിക്കുന്നതിൻ്റെ ആ ഒരു സംഭവം ആളങ്ങോട്ട് കാണിക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം മാജിക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫിൽ ഇസ്കോ മാജിക് ആയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കോൾ പാമർ
കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ 2 ഗ്ലോറിയസ് അസിസ്റ്റുകൾ നമ്മൾ കാണുന്നു. ആ ഗ്ലോറിയസ് അസിസ്റ്റുകളിൽ ചെൽസി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. എൻസോ ഫെർണാണ്ടസിൻ്റെ ബോക്സിലേക്കുള്ള മൂവ്മെൻറ്റ് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു. ആ ഈക്വലൈസർ ഗോൾ. അതിനുശേഷം എൻസോ ഫെർണാണ്ടസ് ആ ഒരു കാമ സാധനം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, അതിനുശേഷം ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. റീസ് ജെയിംസ് ഹാഫ് ടൈമിൽ ഒരു ഹഡിൽ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിളിച്ചു കൂട്ടുന്നത്. ക്യാപ്റ്റനാണേ, പുള്ളിക്കാരൻ പറയാണ് ഇത് നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ കാമായിട്ട് കളിച്ചാൽ മതി, നമുക്ക് സെറ്റാക്കാവുന്ന രീതിയിൽ ആ ഒരു കോൺഫിഡൻസും ആ ഒരു അഷ്യൂറൻസും കാര്യങ്ങളും റീസ് ജെയിംസ് കൊടുക്കുന്നു. ഒബ്വിയസ്ലി എൻസോ മരസ്ക ടീം ടോക്കും കൊടുത്തിട്ടുണ്ടായിരിക്കണം. കാരണം ഇത് തോറ്റ അതിന് എംബാരസ്മെൻ്റാണ്, നാണക്കേടാണ്. അപ്പോൾ അങ്ങനെ എൻസോ ഫെർണാണ്ടസ് ആ ഒരു ഹെഡഡ് ഗോൾ അടിക്കുന്നു. ആ ഗ്ലോറിയസ് അസിസ്റ്റ് കോൾ പാമറിൻ്റെ ഭാഗം നമ്മൾ കാണുന്നു. അതിനുശേഷമുള്ള ആ ഒരു മൊമെൻ്റാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് ഉണ്ടായിരുന്നത്. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, ഇപ്പോഴും ഇന്നും കുറേ തവണ കണ്ടിട്ടുണ്ട്. അതായത് ഗോളടിച്ചതിന് ശേഷം റീസ് ജെയിംസും എൻസോ ഫെർണാണ്ടസും കാണിച്ചിട്ടുള്ള ആ ഒരു പാഷനുണ്ട്. അത് എൻസോ ഫെർണാണ്ടസ് റീസ് ജെയിംസിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നു, എന്നിട്ട് ആ തല വെച്ചിട്ട് രണ്ടുപേരും ഇങ്ങനെ കൂട്ടിയിടിച്ച് നിൽക്കുന്ന ഒരു സാധനമൊക്കെ അയ്യോ അതിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് പ്രോപ്പർ ചെൽസ് എന്നുള്ള ആ ഒരു സാധനം എൻസോ ഫെർണാണ്ടസും റീസ് ജെയിംസും കാണിക്കുന്നുണ്ടപ്പോൾ സത്യം പറയുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കളി കാണുമ്പോൾ ഉണ്ടല്ലോ, അത് മിസ്സായിട്ടുണ്ടായിരുന്നു. കളി കണ്ടപ്പോൾ ഞാനത് മിസ് ചെയ്തു. പക്ഷെ പിന്നെ അതിങ്ങനെ ഞാൻ ട്വിറ്ററിൽ കാണുന്നു. അത് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇത് എങ്ങനെ എനിക്ക് മിസ്സായിപ്പോയി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ആ ഗോൾ അടിക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, സ്റ്റോറീസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മിസ്സായിപ്പോയതായിരിക്കണം. അതൊരു വല്ലാത്ത മിസ്സാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു മൊമെൻറ്റിൽ അത് മിസ്സായിപ്പോയത്. പക്ഷേ പിന്നീട് അത് കണ്ടു കോരി തെരിച്ചു. എൻ്റെ പൊന്നാളിയന്മാരെ, അതൊരു രക്ഷയില്ല. ആ പാഷൻ അത് തന്നെയാണ് കാണേണ്ടത് നമുക്ക്. മാത്രമല്ല പിന്നീട് ആ ഒരു ഈക്വലൈസറിന് ശേഷം ചെൽസി ഉണർന്ന് കളിക്കുന്നു. റിയൽ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ എനർജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പ്രസ്സിങ് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എനർജി ലെവൽ അത് കുറഞ്ഞു പോകുന്നതാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആൻ്റണിക്കൊന്നും കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്തുകൊണ്ടാണ് ആൻ്റണി പ്രീമിയർ ലീഗിൽ ഫ്ലോപ്പ് ആയത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ മത്സരം കണ്ടാൽ മതി. പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കെതിരെ അതിന് ലാ ലീഗയിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇത്തിരി ഒരു എക്സ്ട്രാ സ്പേസ് ഉണ്ട്, അതിവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കൊടുക്കുന്നില്ല. കുക്കുരയ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുക്കുരയ ശരിക്കും ചെങ്ങനെ പൂട്ടിയിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുക്കുരയ ആ രീതിയിൽ അസാധ്യ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആളുമായിട്ട് മുട്ടി നിൽക്കാൻ ആൻ്റണിക്ക് സാധിച്ചില്ല. ആൻ്റണിയെ കൊണ്ട് നടപടിയായില്ല. ലാ ലീഗ ടെക്നിക്കലി ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ലീഗാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയ തോതിലുള്ള ഒരു എക്സ്ട്രാ ടൈമാണ്, വളരെ ചെറിയ ഒരു ടൈം. അത് മതി ഈ പ്ലേയേഴ്സിന് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ, സ്പേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ, ആക്ഷൻസ് ഉണ്ടാക്കാൻ. പക്ഷേ അതിവിടെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല കുക്കുരയ. അപ്പോൾ അങ്ങനെ ആൻ്റണിക്കൊന്നും ഒരു തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ അബ്ദേക്ക് സെക്കൻഡ് ഹാഫിൽ ഇഞ്ചുറി പറ്റിയതും മാനുവൽ പെലഗ്രിനിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയായിപ്പോയി. കാരണം വെച്ചാൽ ചെൽസി ബെഞ്ചിൽ നിന്ന് കൊണ്ടുവന്ന പ്ലെയേഴ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ റീസ് ജെയിംസ് വരുന്നു. നമുക്കറിയാം ഫിറ്റായിരുന്നു കഴിഞ്ഞാൽ ക്ലാസ് ഫുട്ബോളറാണ് റീസ് ജെയിംസ്. അപ്പോൾ റീസ് ജെയിംസ് വരുന്നു, കോൾവിലിനെ സെൻറ്റർ ബാക്കിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ജെയ്ഡൻ സാൻചോ കൊണ്ടുവരുന്നു, പെഡ്രോനെറ്റയോ പിൻവലിച്ചിട്ട്. അത്തരത്തിലുള്ള ചേഞ്ചസാണ് ചെൽസി വരുത്തുന്നത്. അപ്പോൾ ഇവിടെ ബെറ്റി സംബന്ധിച്ചോളം അത്തരത്തിലുള്ളൊരു എന്താ പറയുക സ്ക്വാഡ് ഡെപ്ത് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സംഭവമാണ്. അബ്ദേക്ക് ഇഞ്ചുറി പറ്റിയ കൂടിയിട്ട് ആ ഒരു യങ് വിങ്ങറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹെസൂസ് റോഡ്രിഗസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അബ്ദെ ഫസ്റ്റ് ഹാഫിൽ ഗുസ്തോയെ ടോസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷേ പിന്നെ റീസ് ജെയിംസ് വരുന്നു, അബ്ദേക്ക് ഇഞ്ചുറി പറ്റുന്നു, ഹെസൂസ് റോഡ്രിഗസ് വരുന്നു, ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. റീസ് ജെയിംസ് നല്ലൊരു ഡിഫൻഡർ കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിക്കാർഡോ റോഡ്രിഗസിനും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെറോ എന്ന് പറയുന്ന ആ ഫോമർ സൗത്ത് ആംപ്ടണിന് വേണ്ടി കളിച്ചുള്ള ചങ്ങയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഈ ക്വാളിറ്റി വൈസ് ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഈ കോൾ പാമറിൻ്റെ ആ ഒരു ഫസ്റ്റ് അസിസ്റ്റിലും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെസൂസ് റോഡ്രിഗസ് എന്ന് പറയുന്ന ആ ചെക്കന്, ആ വിങ്ങർക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ മത്സരത്തിന് ശേഷം കോൾ പാമർ പറഞ്ഞിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ സൈഡിലേക്കും ബാക്കിയൊക്കെ പാസ് ചെയ്ത് മതിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ബോളങ്ങ് എടുത്തിട്ട് മുമ്പോട്ട് കൊടുത്തു, ആ ക്രോസ് കൊടുത്തു, ആ ബോൾ കൊടുത്തു, അത് ഗോളായി മാറി. അപ്പോൾ എന്താ പറയുക, ആ സൈഡ് വേസ് മറ്റേ പാസിങ് പരിപാടികളൊക്കെ ആ രീതിയിൽ അതൊന്നും അങ്ങോട്ട് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ പൊസഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സംഭവം കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ഡിച്ച് ചെയ്തു കോൾ പാമർ.
അങ്ങനെ കോൾ പാമർ ആ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ ബെറ്റിസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ, അവർ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഇൻറ്റൻസിറ്റി അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. 60 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ചെൽസി ആ ഈക്വലൈസർ ഗോൾ അടിക്കുന്നത്. ആ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അവർക്ക് എക്സ്ട്രാ ഡേയ്സ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ഓവർ എക്സൈറ്റഡ് കൂടി ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. പിന്നെ മാത്രമല്ല കോൾ പാമറൊക്കെ അങ്ങോട്ട് തീരുമാനിച്ചു ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ പാമർ ബോൾ റിസീവ് ചെയ്യുന്നു. ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു ബ്യൂട്ടിഫുൾ ബോൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. 11 സെക്കൻഡ് ബോൾ റിസീവ് ചെയ്ത് 11 സെക്കൻഡുകൾക്കുള്ളിലാണ് ചെങ്ങായി ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്കുള്ള എൻസോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ സീസണിലും പൊച്ചറ്റീനോയുടെ കീഴിൽ ഈ രീതിയിൽ ആ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റുകൾ എൻസോ ഫെർണാണ്ടസ് നടത്തുന്നുണ്ടായിരുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എൻസോ ഡീപ്പറായിട്ട് കളിക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ മുമ്പോട്ട് പോയിട്ട് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു കംപ്ലയിൻറ്റും പറയേണ്ട കാര്യമൊന്നുമില്ല. അതാണ്. അപ്പോൾ ഇവിടെ എൻസോ മരസ്കയുടെ കീഴിൽ പോയി പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ അദ്ദേഹം ആ രീതിയിൽ മുമ്പോട്ടേക്ക് പോയിട്ട് ഗോൾസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഫൈനൽ തേർഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻസോ ഫെർണാണ്ടസ് ഒരു പാസ് മാസ്റ്ററാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസിങ് എബിലിറ്റിയെ മാക്സിമൈസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഗ്രേറ്റ് സംഭവമായിരിക്കും എന്ന് തന്നെയാണ്. ഒപ്പം ആൾ പാഷനേറ്റായുള്ളൊരു പ്ലെയർ തന്നെയാണ്. അത് ഒരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഗോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഗെയിൻ കോൾ പാമറാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അഗെയിൻ കോൾ പാമർ റൈറ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ നിന്നാണ് ചെങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. സെൻറ്ററിലേക്ക് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഈ സീസണിൽ ത്രൂ ഔട്ട് കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഈവൻ പെപ്പിൻ്റെ കീഴിലും റൈറ്റ് സൈഡിൽ ചങ്ങായി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഈവൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുപ്പായാലും നമ്മൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ റൈറ്റിൽ ഈ ഒരു സാഹചര്യത്തിലും ആ യങ് വിങ്ങർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. ആ ചെങ്ങായിയുടെ പരിപ്പ് ഇളക്കി വിട്ടു കോൾ പാമർ. അതായത് ബാക്കിലേക്ക് പോകുന്നു കാണിച്ചിട്ട് ഒരു ഒറ്റ ടേണാണ്. ആ ടേണിൽ ചങ്ങായി തകർന്നു പോയി. അങ്ങനെ റൈറ്റ് ഫുട്ട് കൊണ്ട് ഫസ്റ്റ് അസിസ്റ്റ് ലെഫ്റ്റ് ഫുട്ട് കൊണ്ടാണെങ്കിൽ ഇത് റൈറ്റ് ഫുട്ട് കൊണ്ട് ജാക്സന് പോലും മിസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാധനമാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മാതിരി ക്രോസാണ്. അത് മിസ് ചെയ്യാൻ പറ്റില്ല. ഹെഡ് ചെയ്യാനാണ് ജാക്സൺ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എവിടേക്കോ തട്ടിയിട്ട് അത് വലയിലേക്ക് പോകുന്നു. എവിടെ തട്ടിപ്പോയാലും വിഷയമല്ല. കാരണം അത് പോകണം, അകത്ത് കയറണം, അത്രയേ ഉള്ളൂ. അമ്മാതിരി ബോളാണ് അവിടെ കോൾ പാമർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാജിക് പ്രൊഡ്യൂസ് ചെയ്തു അവിടെ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കളി അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ ചെൽസിക്ക് സാധിക്കുന്നു. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ആകുന്നു. അതേപോലെ തന്നെ എന്നാണ് ഇതിനിടയിൽ ജേഡൻ സാൻചോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജേഡൻ സാൻചോയുടെ ഒരു പിന്നെ ബോൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു എബിലിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് ടേക്ക് ഓണുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ബോൾ വളരെ സേഫായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെക്കയാണ്. അപ്പോൾ ആ രീതിയിൽ ലിങ്ക് ചെയ്ത് കളിക്കാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. അങ്ങനെ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ജേഡൻ സാൻചോയും കോൾ പാമറും ലിങ്ക് ചെയ്തതിന് ശേഷം കോൾ പാമറിൻ്റെ ഒരു അറ്റംപ്റ്റൊക്കെ എഡ്രിയാൻ സേവ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ എൻസോ ഫെർണാണ്ടസ് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇൻവോൾവ് ആയിട്ട് മദൂക്കനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മദൂക്കെ അവിടെ 1v1 സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്നൊരു ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്നു. ഇത് ആ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പാണ്. അത് നെറ്റോയെ കയറ്റി സാൻചോയെ കൊണ്ടുവരുന്നതിന് മുമ്പാണ്. മദൂക്കെ ലെഫ്റ്റിലായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷേ ഇവിടെ ആ ക്രോസ് വരുന്നു. ആ ക്രോസിൽ ജാക്സണും ഏഡ്രിയനും തമ്മിലുള്ള ഒരു കമ്മിങ് ടുഗദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് പെനാൽറ്റി കോളാണ് ചെൽസിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് പെനാൽറ്റി കൊടുക്കുന്ന തരത്തിൽ സംഭവം നല്ല 50-50 സാധനമാണ്. അപ്പോൾ എന്താണ് ഈ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ മുതൽ തന്നെ നമ്മൾ ഇത് കാണുന്നുണ്ട്. ആ ഒരു ഇൻറ്റൻസിറ്റി ഡ്രോപ്പ് ഓഫ് കാണുന്നുണ്ട് ബെറ്റിസിൻ്റെ പ്ലേയേഴ്സിൽ. അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസും കോൾ പാമറും കൂടുതൽ അവർക്ക് ബോൾ റിസീവ് ചെയ്യാൻ പറ്റുന്നത് അവർ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കുറേ കൂടി ബെറ്ററായിട്ട്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് എൻസോ ഫെർണാണ്ടസിനെ ഫ്രീ ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിലും എൻസോ ഫെർണാണ്ടസിലേക്കുള്ള ആ ഒരു ലൈൻ ബ്രേക്കിംഗ് ബോളുകൾ ഡിഫൻസിൽ നിന്ന് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചിലതൊക്കെ അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ അത് പിന്നെ ബെറ്റിസ് പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലതൊന്നും അദ്ദേഹത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ മരസ്കയുടെ സിസ്റ്റത്തിൽ ഒരു 3-5 അല്ലെങ്കിൽ ഈവൻ ഗോൾ കീപ്പറും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 4-5 എന്നുള്ള രീതിയിലാണ് അവർ കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്താണ് റൈറ്റ് ബാക്ക് ഇൻവേർട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുസ്തോ ഇൻവേർട്ട് ചെയ്തിട്ട് ആ മിഡ്ഫീൽഡിലേക്ക് വരുന്നത് ഗുസ്തോ സംബന്ധിച്ചോളം ഒട്ടും കംഫർട്ടബിൾ അല്ല ചങ്ങായി ആരും സംഭവത്തിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. അദ്ദേഹം സംബന്ധിച്ചോളം ആ വിങ്ങിലൂടെ പറക്കാൻ അദ്ദേഹത്തിന് പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻവേർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമല്ല. അതിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. അതിൻ്റെ പ്രശ്നം നമ്മൾ മത്സരത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നു. 9ാമത്തെ മിനിറ്റിൽ തന്നെ ബെറ്റിസ് അങ്ങനെയാണ് ലീഡ് എടുക്കുന്നത്. ഗുസ്തോ ഇൻവേർട്ട് ചെയ്തിട്ട് പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നത്, ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ബെറ്റിസ്. അവിടെ പിന്നെ ഇസ്കോ മാജിക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇസ്കോ ബ്യൂട്ടിഫുള്ളായിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് ആ പാസ് കൊടുത്തത് ബ്യൂട്ടിഫുൾ സംഭവമാണ്. ആ വിഷൻ ഫാൻറ്റാസ്റ്റിക് ആണ്. അദ്ദേഹം മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയാണ് മത്സരത്തിൽ ബെറ്റിസ് ലീഡ് എടുക്കുന്നത്. അതിനു ശേഷവും കായ്സേഡോവും
ഗുസ്തോ ആണല്ലോ ആ ഒരു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കാരണം എൻസോ ഫെർണാണ്ടസ് കുറേ കൂടി ഫേർദർ അപ്പ് ദ പിച്ച് ലെഫ്റ്റ് സൈഡിൽ കളിക്കുകയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ കായ്സേഡോ ഫസ്റ്റ് ഹാഫിൽ അത്ര നല്ല രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു ഓൺ ദ ബോൾ. ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം ഫാന്റാസ്റ്റിക് ആയിരുന്നു. 4ാമത്തെ ഗോൾ ചെങ്ങായാണ് അടിച്ചുള്ളത്. പക്ഷേ കായ്സേഡോ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചില ടാക്കിളുകളൊക്കെ അത്ര ക്ലീൻ ആയിരുന്നില്ല. പക്ഷേ ചിലത് ക്ലീൻ ആയിരുന്നത് പോലും ഫൗൾ വിളിക്കുന്നുണ്ടായിരുന്നു റെഫറി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡിഫൻസീവ് ബോൾ റിസീവ് ചെയ്തിട്ട് ആ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ബെറ്റിസ്. അങ്ങനെ അവിടെ ബെറ്റിസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ബാത്ര എന്ന് പറയുന്ന ഡിഫൻഡർ ജാക്സനെ ഹോൾഡ് ചെയ്യുന്നു. ജാക്സൻ്റെ ആ ഒരു പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമത്തെ ഹോൾഡ് ഓഫ് ചെയ്യുന്നു. എന്നതിന് ശേഷം പാസ് കൊടുക്കുന്നു. എനിക്കൊന്ന് സബാലിക്കാൻ കൊടുത്തു. സബാലി ഇത് റിട്ടേൺ നമ്മുടെ ബാർത്തക്കിന് കൊടുക്കണം. വാർത്ത ആ രീതിയിൽ മുമ്പോട്ടേക്ക് റൺ നടത്തിയിട്ട് ഔട്ട്സൈഡ് ദി ബോക്സ് നല്ലൊരു ക്ലീൻ സ്ട്രൈക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണുന്നു. അവിടെ യോർഗൻസൺ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. യോർഗൻസൻ്റെ ആ സേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ മത്സരത്തിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സംഭവങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതേപോലെ തന്നെ ബെറ്റിസിനെ സംബന്ധിച്ചോളം മറ്റൊരു കോർണർ, ഷോർട്ട് കോർണർ അവരെടുക്കുന്നു. ഇസ്കോ അഗെയിൻ ഇസ്കോയെ അവിടെ ജാക്സൺ ഓൾമോസ്റ്റ് ഫൗൾ ചെയ്തേനെ. ഒരു ചെറിയ രീതിയിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇസ്കോ വീണ് പോയിരുന്നെങ്കിൽ അവർ പെനാൽറ്റി കൺസീഡ് ചെയ്യേണ്ട സംഭവമാണ്. ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ഫേക്കിൽ ജാക്സൺ വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ഒരു കട്ട് ബാക്ക് കൊടുത്തപ്പോൾ ബെറ്റിസ് അടിച്ചു നോക്കി. പക്ഷേ അത് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസി. അവിടെ ചെൽസിയുടെ ഒരു കൗണ്ടർ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മദൂക്കയിലേക്ക് എത്തിയപ്പോൾ മദൂക്കയുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം ബെറ്റിസിൻ്റെ എനർജി നമുക്ക് അവിടെ കാണുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ആ എനർജി ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബെറ്റിസിനെ സംബന്ധിച്ചുള്ള. അവർ പെട്ടെന്ന് തന്നെ റിക്കവറി റണ്ണൊക്കെ നടത്തിയിട്ട് അവർ ഡിഫൻസിൽ ഷേപ്പിലേക്ക് വരുന്ന നമുക്ക് കാണാൻ സാധിച്ചു. മദൂക്കെ ബോൾ റൈറ്റിലേക്ക് നീക്കിയപ്പോഴത്തേനും ആ ഒരു അറ്റാക്കിൻ്റെ ആ ഒരു റിതം പോയിട്ടുണ്ടായിരുന്നു. ചെൽസിയുടെ ഗെയിമിൽ മൊത്തത്തിലുള്ള ഇൻറ്റൻസിറ്റി വളരെ വളരെ പ്രശ്നമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ എന്നുള്ള കാര്യം ഓർക്കുന്നത്. വളരെ പാസീവായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്, വളരെ സ്ലോ ആയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ബെറ്റിസിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ബെറ്റിസ് ആ ഒരു മിഡ് ഏരിയയിൽ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻസോ ഫെർണാണ്ടസിനും കോൾ പാമറിനും കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അഥവാ ബോൾ കിട്ടിയാൽ തന്നെ എന്താണ് പിന്നെ ആ ഒരു ചോയ്സ് ഓഫ് പാസിലൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നെ ഈ റീക്രൈസ് വന്നതിന് ശേഷം ആ ഒരു കോൾ പാമർ വീണ്ടും മാജിക് കാണിച്ചിട്ട് മത്സരത്തിൽ ലീഡ് എടുത്തതിന് ശേഷം പിന്നെ ചെൽസി ഫാൻസിന് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഈ സീസണിൽ തന്നെ പല മത്സരങ്ങളും നമ്മൾ എൻസോ മരസ്കയുടെ കീഴിൽ ഫസ്റ്റ് ഹാഫിൽ സ്ലഗിഷായിട്ടുള്ള പെർഫോമൻസ് കാണുകയും സെക്കൻഡ് ഹാഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടുള്ള ചില മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നിന്നുള്ള ഒരു പ്രധാന ഒരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് തോന്നുന്നൊരു സംഭവം അതാണ്. കഴിഞ്ഞ സീസണിൽ പലപ്പോഴും സെക്കൻഡ് ഹാഫിൽ പ്രശ്നങ്ങൾ കൂടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പൊച്ചറ്റിനോ കീഴിൽ. ഇവിടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ ശരിയാണ്, ടീം സെലക്ഷൻ റോങ് ആയിരുന്നു. അതിന് എൻസോ മരസ്ക തന്നെയാണ് ബ്ലെയിം ഏറ്റെടുക്കുന്നത്. മറ്റൊരു ദിവസം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി കയ്യിൽ നിന്ന് പോയേനെ. 2 or 3 ഗോളിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരൽ സാധ്യമാകില്ലായിരിക്കും. ആ രീതിയിലായിരുന്നു ചെൽസിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ബെറ്റിസ് നല്ല രീതിയിൽ ഒരു സുപ്പീരിയോറിറ്റി ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. അതുതന്നെയാണ് ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കോൾവിനെ കൊണ്ടുവന്നൊക്കെ നല്ല സംഭവം തന്നെയായിരുന്നു ഡിഫൻസിൽ. കാരണം ആവശ്യമായിരുന്നു. കോൾവിലൊക്കെ അമ്മാതിരി പെർഫോമൻസും വിന്നിങ് ഗോളൊക്കെ നോട്ടിങ്ങാം ഫോറസ്റ്റിനെതിരെ അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ചലോബയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ഡിസ്റെസ്പെക്റ്റ് നേരിട്ടുള്ളൊരു പ്ലെയറാണ്. ഈ ഓണർഷിപ്പ് അദ്ദേഹത്തെ ആ ഒരു തൻ്റെ പ്രിയപ്പെട്ട ക്ലബിൽ നിന്നും പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റൽ പാലസിലേക്ക് ലോണിൽ വിട്ടിട്ടുണ്ടായിരുന്നു. വിൽക്കാനാണ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ലോണിൽ വിട്ടിട്ടുണ്ടായിരുന്നു. ചലോബയ്ക്ക് പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെൽസിയുടെ ഡിഫൻസിൽ ഇവന്മാരുടെ റിക്രൂട്ട്മെൻറ്റ് പ്രശ്നമാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഡിസാസി പ്രശ്നമാണ്, ബദിയശീൽ പ്രശ്നമാണ് എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ചലോബയെ തിരിച്ചുകൊണ്ടിരുന്നു. ആ ചലോബ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെൽസിയുടെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ പുഷിലും ഈ കോൺഫറൻസ് ലീഗ് ടൈറ്റിലും നടത്തിയിരുന്നുള്ള കാര്യം നമുക്ക് അടിവരായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചലോബ ഒരു ചെൽസി ത്രൂ ആൻഡ് ത്രൂ ആയിട്ടുള്ള ചെങ്ങായാണ്, എല്ലാം കൊടുക്കാൻ റെഡിയാണ്. അത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ കോൾവിൽ വന്നിട്ട് കോൾവിലിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചില നല്ല പാസുകളൊക്കെ നമുക്ക് ഡിഫൻസിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ റീസ് തന്നെയാണ്. റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെങ്ങായിനെ. അഗെയിൻ ചെൽസി ത്രൂ ആൻഡ് ത്രൂ ആണ്, വൺ ഓഫ് അവർ ഓൺ ആണ്. ആ സാധനം എന്താണെന്നറിയാം, എന്താണ് ചെൽസി എന്നുള്ളത് അറിയാം. പുള്ളിക്കാരനറിയാം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തായാലും അറിയാത്തവർക്കും പറഞ്ഞു കൊടുക്കും. ഇതല്ല ചെൽസിയുടെ ശരിയായ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഈ യങ് ട്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഈ യങ് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ബില്യൺ പൗണ്ട് ബോട്ടിൽ ജോബ് എന്നുള്ള രീതിയിലുള്ള ലേബലുകളൊക്കെ കിട്ടിയിട്ടുള്ള ഈ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം കർബാവ് കപ്പ് ഫൈനലിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോൾ അത്തരത്തിലാണ് ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഒരുപാട് പൈസ യൂസ് ചെയ്തിട്ട് പിന്നെ അസംബിൾ ചെയ്തിട്ടുള്ളൊരു സൈഡാണ്. അതിലൊരുപാട് പോരായ്മകളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു യങ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടുള്ള ഒരു ക്ലബ്ബാണ്. ഈവൻ ഞാൻ തന്നെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഫേവറേറ്റ്സിലാണ്. അഖിലേന്ത്യാ കോൺഫറൻസ് ലീഗ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ദുര്യോധനുമായിട്ടും അതേപോലെ തന്നെ ഉള്ള പിന്നെ ദുർവാസാവുമായിട്ടൊക്കെയാണ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡീസൻറ്റ് ടീമായിട്ട് നമ്മൾ കളിക്കുന്നത് ഫൈനലിലാണ് റയൽ ബെറ്റിസുമായിട്ട്.
അഗൈൻ അവരൊരു ഡീസൻറ്റ് സൈഡാണ്. റയൽ മാഡ്രിഡുമായിട്ടും ബാഴ്സലോണയൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള പോരാട്ടങ്ങളും പ്രകടനങ്ങളൊക്കെ അവർ കാഴ്ചവെച്ചെങ്കിലും അവരൊരു ഡീസൻറ്റ് സൈഡ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡീസൻറ്റ് സൈഡുമായിട്ട് ഈ ഒരു കോൺഫറൻസ് ലീഗിൻ്റെ ക്യാമ്പയിനിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ ഫൈനലിലാണ്. അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫേവറേറ്റ്സുകളായിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഫേവറേറ്റ്സുകളായിരുന്നു. ശരിയാണ്, അങ്ങനെ ഫേവറേറ്റ്സുകളായിട്ട് വരുമ്പോഴും ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ കടമ്പ കടക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രോഫി. ഒരു ഫാൻ എന്ന രീതിയിൽ ഇതിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ ജയിച്ചേ പറ്റുള്ളൂ, വേറെ ഒരു സംഭവമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ ഈ ഒരു യങ് സൈഡിനുണ്ടായിരുന്നു. അപ്പോൾ അവരത് ഡെലിവറി ചെയ്തിരിക്കുകയാണ്. എൻസോ മരസ്ക എന്ന് പറഞ്ഞ മാനേജറെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രോഫിയാണ്. ഈ ഓണർഷിപ്പിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രോഫിയാണ് ആ ഒരു രീതിയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ക്ലബ്ബായിരുന്ന ചെൽസിയെ അവരെടുത്തതിന് ശേഷം അവർ വേറൊരു മോഡലിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ടൊരു ഒരു പ്രൊജക്റ്റ് അങ്ങോട്ട് തുടങ്ങുന്നു. പിന്നെ 3 വർഷത്തിന് ശേഷമാണ് വീണ്ടും ചാമ്പ്യൻസ് ലീഗിലേക്ക് ഇപ്പോൾ എത്താൻ സാധിച്ചിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ എന്താണ്, ചാമ്പ്യൻസ് ലീഗിൽ കോമ്പീറ്റ് ചെയ്തിരുന്ന ക്ലബിനെ സംബന്ധിച്ചോളം കോൺഫറൻസ് ലീഗിൽ കോമ്പീറ്റ് ചെയ്യേണ്ട നിലയിലേക്ക് എത്തിക്കുന്നു. കോൺഫറൻസ് ലീഗിൽ ആ ടൈറ്റിൽ അടിച്ചില്ലെങ്കിൽ, ഫേവറേറ്റ്സ് എന്ന രീതിയിൽ ആ ടൈറ്റിൽ അടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു. ഒരു ബോട്ടിൽ ജോബ് എന്ന രീതിയിൽ ലേബിൾ ചെയ്യപ്പെട്ടേനെ. പക്ഷേ ഈ ഓണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് അടിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമായിരുന്നു. അപ്പോൾ ഈ യങ് ട്രൂപ്പിന് ആ ഒരു സിൽവർ വെയറിൻ്റെ ട്രോഫിയുടെ രുചി ഈ ഒരു അവസരത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഫാൻ എന്ന രീതിയിൽ ചെൽസി എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയുള്ള ഒരാളെന്ന നിലയിൽ ഞാനിതിനെ ഓവറായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. സെലിബ്രേറ്റ് ചെയ്യേണ്ടവർക്ക് സെലിബ്രേറ്റ് ചെയ്യാം, അതിനുള്ള അവകാശമുണ്ട്. ഇവിടെ ഒരു സെലിബ്രേഷൻ പോലീസും ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതൊന്നും പറയാൻ ഇവിടെ ആർക്കും ഒരു അവകാശമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ചെൽസി സംബന്ധിച്ചോളം ഒരു വരൾച്ച ഉണ്ടായിരുന്നു, കുറച്ച് നാളായി ഒരു ട്രോഫി അടിച്ചിട്ട്. അപ്പോൾ അതിപ്പോൾ കോൺഫറൻസ് ലീഗ് ആണെങ്കിലും അത് എൻജോയ് ചെയ്യുന്നതിൽ തെറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ യഥാർത്ഥ എസൻസ് എന്താണെന്നുള്ളതും ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് റോമൻ അബ്രാമോവിച്ചിൻ്റെ ആ ഒരു കീഴിൽ ഏത് രീതിയിലുള്ള മെൻറ്റാലിറ്റിയാണ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളതും ഏത് തരത്തിലുള്ള ട്രോഫികളാണ് അടിച്ചുകൊണ്ടിരുന്നുള്ളതും ഏത് തരത്തിലുള്ള കോമ്പറ്റീഷനിലാണ് വീക്ക് ഇൻ വീക്ക് ഔട്ട് സീസൺ ഇൻ സീസൺ ഔട്ട് കോമ്പീറ്റ് ചെയ്തിരുന്നത് എന്നത് കൺസിഡർ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ ഒരു ട്രോഫി അടിച്ചതിൽ ഓവറായിട്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ശരിക്കും കോമ്പീറ്റ് ചെയ്യേണ്ടത് ചാമ്പ്യൻസ് ലീഗിലാണ്, പ്രീമിയർ ലീഗ് ടൈറ്റിലിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. ആ രീതിയിലാണ് റോമൻ ഇതിനെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യണം. അതിലേക്കുള്ള ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണിതെങ്കിൽ ഫൈൻ. പക്ഷേ ഇതിൽ സംതൃപ്തരായി കഴിഞ്ഞാൽ ശരിയാവില്ല. അതായത് ടോപ്പ് 4 ഈ രീതിയിലുള്ളൊരു ട്രോഫിയിൽ സംതൃപ്തരായി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതല്ല ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും തോന്നാം, ബോറിംഗ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ നെഗറ്റീവോളി എന്നുള്ള രീതിയിലൊക്കെ പറയാം. എനിക്കത് വിഷയമല്ല. കാരണം എനിക്കറിയാം എൻ്റെ ക്ലബ്ബ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ക്ലബ്ബ് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള ആളാണ്, പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ള ആളാണ്, FA കപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കുന്നത് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അങ്ങനത്തെ ട്രോഫികളാണ് ഈ ക്ലബ്ബ് അടിക്കേണ്ടതായിട്ടുള്ളത്. ഈ പ്ലേയേഴ്സും അത് മനസ്സിലാക്കണം, ഈ മാനേജർ അത് മനസ്സിലാക്കണം, ഈ ഓണർഷിപ്പും അത് മനസ്സിലാക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഇതിലൊരിക്കലും സംതൃപ്തരാകരുത്. ടോപ്പ് 4 മാത്രം സംതൃപ്തരാകരുത്. ടോപ്പ് 4 ഒരു ട്രോഫി പോലെ കൺസിഡർ ചെയ്യരുത്. അപ്പോൾ അതിലേക്കൊക്കെ ആ ബിഗ് ട്രോഫികളിലേക്ക് നമ്മളെ നയിക്കാൻ നിലവിലത്തെ ഈ മാനേജർക്ക് സാധിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ്സ്, ഈ സീസണിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ്സ്, അത് അദ്ദേഹം മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ട്. ടോപ്പ് 4 പ്ലസ് എ ട്രോഫി, അതായത് ടോപ്പ് 4 പ്ലസ് കോൺഫറൻസ് ലീഗ് കിരീടം അത് നേടിയിട്ടുണ്ട്. അപ്പോൾ ഹി ഡിസേർവ്സ് ക്രെഡിറ്റ് ഫോർ ദാറ്റ്. എനിക്കതിൻ്റെ ശൈലി ഇഷ്ടമല്ല എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സംഭവമാണ്. പക്ഷേ അടുത്ത സീസണിൽ അദ്ദേഹത്തിന് എന്നെ തിരുത്താൻ സാധിക്കട്ടെ. അത് അദ്ദേഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ആർക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും എന്നെ സംബന്ധിച്ചോളം എനിക്കെൻ്റെ ഡൗട്ട്സ് ഉണ്ട്. അത് ഞാൻ തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. ഈവൻ കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചിരിക്കുമ്പോൾ, ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിയിരിക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു മടിയില്ല എന്നുള്ളതാണ്. പക്ഷേ അഗൈൻ ഞാൻ പറഞ്ഞല്ലോ, ക്രെഡിറ്റ് കൊടുക്കേണ്ട സാഹചര്യം നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അതിനിപ്പോൾ ഞാൻ ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇനി നമ്മൾ പൊരുതാൻ പോകുന്നത് ബിഗ് ബോയ്സുമായിട്ട് ചാമ്പ്യൻസ് ലീഗ് പൊരുതാൻ പോകാണ് അടുത്ത സീസണിൽ. അതിന് മുമ്പ് ക്ലബ് വേൾഡ് കപ്പ് ഉണ്ട്. അതിൽ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടും ബിഗ് ബോയ്സുമായിട്ടുള്ള മത്സരങ്ങൾ വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നതെന്നുള്ളത് ഒരു ചെറിയ ധാരണ കിട്ടും. പക്ഷേ നെക്സ്റ്റ് സീസണിൽ അതാണ് മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ്, പിന്നെ പ്രീമിയർ ലീഗ് മത്സരം, അതൊക്കെ എങ്ങനെ കോപ്പ് ചെയ്യും ഈ ടീം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇനി ആരെയാണ് ഇവന്മാർ ആഡ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം സ്ക്വാഡ് ബിൽഡിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, സ്ക്വാഡ് പ്ലാനിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അവിടെ
കുറേ ഫാന്റാസ്റ്റിക് പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായ സംബന്ധമാണ്. മോയിസസ് കൈസേഡോ, എൻസോ ഫെർണാണ്ടസ്, കോൾ പാമർ ഒക്കെ അസാധ്യ ഫുട്ബോളേഴ്സാണ്. അതുപോലെ തന്നെ കോബാം പ്രൊഡക്ട്സുകൾ, ഫാന്റാസ്റ്റിക് പ്രൊഡക്ട്സുകൾ എന്നുള്ള കാര്യമാണ്. ഇനി എസ്താവിലിനെ പോലെയുള്ള പ്ലേയേഴ്സ് അങ്ങോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കിടിലൻ പോലത്തെ പ്ലേയേഴ്സ് ഇപ്പോഴും ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു യങ് ടീമിനെ, ഇൻഎക്സ്പീരിയൻസ് ടീമിനെ ഒബ്വിയസ്ലി പൊച്ചറ്റിനോ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തിട്ട് സാൻചോ പോലെയുള്ള നെറ്റോ പോലെയുള്ള പ്ലേയേഴ്സിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ്. പക്ഷേ സ്റ്റിൽ എന്താണ്, ജാക്സൺ അല്ലാണ്ട് വേറെ സ്ട്രൈക്കർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ഒരു കൊഹീസീവ് യൂണിറ്റാക്കി മാറ്റാനുള്ള ശ്രമം എൻസോ മാരസ്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാളിച്ചുകളും പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ ദി എൻഡ് ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു സീസൺ കഴിയുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതുള്ള. ആ രീതിയിൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സീസൺ ചങ്ങായി ഡിസേർവ് ചെയ്യുന്നുണ്ട്, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ബിഗ് ബോയ്സുമായിട്ട് ഏറ്റുമുട്ടണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം, ആ രീതിയിൽ പ്രവർത്തിക്കണം. അത് ഇനി ഓണർഷിപ്പിൻ്റെയും സ്പോർട്ടിംഗ് ഡയറക്ടർമാരുടെയും കയ്യിലാണ് എന്താ അവർ ചെയ്യാൻ പോകുന്നതാണ്. എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നതാണ്. എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. ശരിയാണ്, ഈ ടീം മെച്ചുവർ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് ആഡ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇനി ഓക്കെ, മൂന്നാമത്തെ ഗോൾ എങ്ങനെയാണ് ചെൽസി അടിക്കുന്നത്? മൂന്നാമത്തെ ഗോൾ അടിക്കുന്നതിന് മുമ്പ് നിക്കോളസ് ജാക്സൺ ആ ഒരു മത്സരത്തിൽ ചെൽസിക്ക് ലീഡിങ് നേടിക്കൊടുത്തെങ്കിലും കിൽ ഓഫ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ബെറ്റിസിൻ്റെ ഒരു സെറ്റ് പീസ് അല്ലായിരുന്നു, സെറ്റ് പീസ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അവിടെ അവർ ഓവറായിട്ട് കമ്മിറ്റ് ചെയ്യുന്നു. ബെറ്റിസ് ഓവറായിട്ട് കമ്മിറ്റ് ചെയ്തപ്പോൾ ചെൽസി അവിടെ എഡ്ജ് ഓഫ് ദ ബോക്സിൽ ബോൾ വിൻ ചെയ്യുന്നു, ചെൽസിയുടെ ബോക്സിൽ ബോൾ വിൻ ചെയ്യുന്നു. അവിടെ പിന്നെ സാൻചോ മനോഹരമായിട്ട് ജാക്സനെ റിലീസ് ചെയ്യാണ്. ജാക്സൺ 1v1 സിറ്റുവേഷൻ ശരിക്കും ഗോൾ കീപ്പറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. തൻ്റെ റൈറ്റിലൂടെ മധൂക്കെ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ജാക്സൻ്റെ ടച്ച്, എൻ്റെ പൊന്നോ, എന്താണിത്? എങ്ങനെയാണ് അത്തരത്തിലൊരു ദുരന്തം ടച്ച് ഒരു പ്ലെയർക്ക്, ഒരു പ്രൊഫഷണൽ ഫുട്ബോളർക്ക് എടുക്കാൻ പറ്റുക ആ ഒരു സിറ്റുവേഷനിൽ? എന്നിട്ട് പിന്നെ ഇഞ്ചുറി ആയിട്ട് ഞങ്ങൾ പോവുകയും ചെയ്തു. ശരിക്കുള്ള ഇഞ്ചുറി ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ അതൊരു ദുരന്ത സംഭവമായിരുന്നു. മത്സരം കിൽ ഓഫ് ചെയ്യാനുള്ള അവസരമായിരുന്നു. എങ്ങാനും ബെറ്റിസ് തിരിച്ചു വന്നിരുന്നെങ്കിൽ ജാക്സൻ്റെ പരിപ്പും പണ്ടവും ഇളകിപ്പോയേനെ, സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി മധൂക്കയ്ക്ക്, അത് ഗോളായി പോയേനെ. പക്ഷേ അതാണ്, ജാക്സൺ നന്നായി വർക്ക് ചെയ്യും, നല്ല ഹാർഡ് വർക്കറാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു മെയിൻ മാനായിട്ട് ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുതലല്ല. പക്ഷേ ആളെ ഞാൻ നിർത്തും സ്ക്വാഡിൽ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചങ്ങായിയോടെ നിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. വാല്യൂ ആഡ് ചെയ്യും. പക്ഷേ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഡെലാപ്പിലൊക്കെയാണ് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം സ്റ്റിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കർ വേണമെന്നുള്ളതാണ്. പക്ഷേ ഡെലാപ്പിൻ്റെ ചില ക്വാളിറ്റികളൊക്കെ നല്ല തന്നെയാണ്. ബോക്സ് പ്രസൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു നാസ്റ്റി സ്ട്രൈക്കറാണ്. എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. അതാണ് അവർ മൂന്നാമത് ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് മൂന്നാമത് ഗോൾ വരുന്നത്? അപ്പോഴേക്കും ഡ്രൂസ്ബെറി ഹോളിനെ കൊണ്ടുവന്നായിരുന്നു ജാക്സനെ പിൻവലിച്ചിട്ട്. ഗെയിം സീ ഔട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷേ ബെറ്റിസ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ഹാഫിനടുത്തേക്ക് ബോൾ കൊടുത്തപ്പോൾ നമ്മുടെ റീസ് ജെയിംസ് മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യാണ്. പ്രസ് ചെയ്തിട്ട് ബോൾ അവിടെ വിൻ ചെയ്യുന്നു. മധൂക്കെ ഹെൽപ്പ് ചെയ്യുന്നു. വിങ്ങർ ആ ഹാഫിനടുത്തേക്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം റീസ് ജെയിംസിലേക്ക് ബോൾ വിൻ ചെയ്തിട്ട് റീസ് ജെയിംസിലേക്ക് കൊടുക്കുമ്പോൾ റീസ് ജെയിംസ് ഡ്രൂസ്ബെറി ഹോളിനെ മനോഹരമായിട്ട് പിക്ക് ചെയ്യുന്നു. അതൊക്കെ ഹാഫിൻ്റെ അടുത്താണ് നടക്കുന്നത്. പിന്നെ ഡ്രൂസ്ബെറി ഹോൾ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. എന്നിട്ട് അത്ര ക്ലീൻ ആയിട്ടില്ല ഒരു പാസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്ക്? സാൻചോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഡിഫൻഡറും അത്ര നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തില്ല. പക്ഷേ വൺസ് ആ ബോൾ സാൻചോയിലേക്ക് എത്തിയപ്പോൾ സാൻചോ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സാൻചോയോട് എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഷൂട്ട് ചങ്ങായി എന്നുള്ളത്. ഷൂട്ട് ചെയ്തപ്പോൾ ഫാൻറ്റാസ്റ്റിക് ഗോളാണ് അവിടെ ജോർഡൻ സാൻചോ പ്രൊഡ്യൂസ് ചെയ്തത്. വാട്ട് എ ഗോൾ മാൻ! എന്നിട്ട് ഷർട്ട് വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. മൊത്തം ടീമേറ്റ്സ് അതിനോട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിനർത്ഥം എന്താണ്? ഡ്രസ്സിംഗ് റൂമിൽ എല്ലാവർക്കും ചങ്ങാൻ ഇഷ്ടമാണെന്നുള്ളതാണ്. ഇനി തിരിച്ച് യുണൈറ്റഡിലേക്ക് പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല. നാലാമത്തെ ഗോൾ എങ്ങനെയാണ് വരുന്നത്? നാലാമത്തെ ഗോൾ അഗൈൻ ബെറ്റിസ് കുറേ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്കോടെ നല്ലൊരു ബോൾ ബോക്സിൽ കൊടുത്തപ്പോൾ അവിടെയുള്ള റീസ് ജെയിംസിൻ്റെ ഡിഫെൻഡിങ് ഉണ്ട്. അത് ക്രൂഷ്യൽ സാധനമാണ്. കാരണം അത് ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി പോയാൽ അവസാനത്തെ മിനിറ്റുകളിൽ. പക്ഷേ അവിടെ റീസ് ജെയിംസ് ഫാന്റാസ്റ്റിക്കായിട്ട് ഫിസിക്കലി അവിടെ ഇമ്പോസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷേ ഇസ്കോ ബോൾ ബോക്സിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തുള്ള രീതിയൊക്കെ, അദ്ദേഹം ടൈറ്റ് സ്പേസിൽ ബോൾ ഹാൻഡിൽ ചെയ്ത രീതിയൊക്കെ ഭയങ്കര രസമാട്ടോ. ഇസ്കോ 33-കാരൻ ആളെ സംബന്ധിച്ചോളം ആലോചിക്കുക, ഇടയ്ക്ക് വെച്ചിട്ട് എന്താണ് 6 മാസം പിന്നെ ക്ലബ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ ബെറ്റിസിലേക്ക് വരുന്നത്. ബെറ്റിസിലേക്ക് വന്നതിന് ശേഷം ഈവൻ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റിയിരുന്നു. പക്ഷേ സ്റ്റിൽ വാട്ട് എ പ്ലെയർ മാൻ. അതായത് ഒരു ആർട്ടിസ്റ്റാണ്. ഇങ്ങനെ ഫുട്ബോൾ കളിക്കുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുക. ആ രീതിയിൽ ആ ബോൾ കൊണ്ട് മാജിക് കാണിക്കാൻ പറ്റുന്ന തരത്തിൽ എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിനെ പോലെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ പന്തിനെ കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര രസമാണ്. ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ്. ഇങ്ങനത്തെ മുതലുകളൊക്കെ ഇപ്പോൾ മിസ്സിങ് ആണ് സത്യം പറഞ്ഞാൽ. കാരണം അങ്ങനത്തെ പ്ലേയേഴ്സ് ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റീസ് ജെയിംസ് മനോഹരമായി ഡിഫെൻഡ് ചെയ്യുന്നു. പെനാൽറ്റി ഷോട്ടും ഹാൻഡ് ബോൾ ഷോട്ടൊക്കെ വന്നിട്ട് അതൊന്നുമില്ല. അഞ്ചാമത്തെ ഗോൾ എങ്ങനെയാണ് വരുന്നത്? അതെ, മത്സരത്തിൽ 5ാമത്തെ ഗോൾ, ചെൽസിയുടെ 4ാമത്തെ ഗോൾ. അപ്പോൾ അഗെയിൻ ചെൽസി പിന്നെ ബോൾ
വിൻ ചെയ്യണം. കുക്കുറയ ഫാൻറ്റാസ്റ്റിക്കായി ഡിഫെൻഡ് ചെയ്യുന്നു. അവിടെ ജേഡൻ സാഞ്ചോയുടെ ഫസ്റ്റ് ടച്ച്, കുക്കുറയുടെ ക്ലിയറൻസ് ജേഡൻ സാഞ്ചോയിലേക്ക് എത്തുന്നു. ജേഡൻ സാഞ്ചോയുടെ ഫസ്റ്റ് ടച്ച് ഫാൻറ്റാസ്റ്റിക്കാണ്. മോയിസസ് കായ്സഡോ റിലീസ് ചെയ്യുന്നു. കായ്സഡോ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഇതിന് ശേഷം എൻസോ ഫെർണാണ്ടസിന് കൊടുക്കുകയാണ്. ആ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന എൻസോ ഫെർണാണ്ടസ് ആ ഒരു മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് അത്ലറ്റിക്സും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു. ലാക്ക് ഓഫ് അത്ലറ്റിക്സ് ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ആരോപണം. അത് എന്താണ്, ഓവറായിട്ട് ആ രീതിയിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അത്ര അത്ലറ്റിക് ആയിട്ടുള്ള പ്ലെയർ അല്ല. പക്ഷേ എന്താണ്, ആള് കാലുകൊണ്ട് മാത്രമല്ല, അവിടെ ഹൃദയം കൊണ്ടുമാണ് ഓടുന്നത്. അപ്പോൾ അങ്ങനെ മോയിസസ് കായ്സഡോയൊക്കെ പാസ് കൊടുക്കുന്നു. അങ്ങനെ മോയിസസ് കായ്സഡോ ഒരു ഫാൻറ്റാസ്റ്റിക് ഷോട്ടാണ് അൺലീഷ് ചെയ്യാണ്. അത്രയും ദൂരം ഓടി വന്നിട്ട് ആ രീതിയിൽ പവറിലൊരു ഷോട്ട് അൺലീഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. കായ്സഡോ ചെൽസിയുടെ പ്ലെയർ ഓഫ് ദ സീസണാണ്. ചെൽസിക്ക് വേണ്ടി 38 ലീഗ് മത്സരങ്ങൾ കളിച്ചുള്ള ചങ്ങായിയാണ്. മാത്രമല്ല ഇത് സുന്ദരമായിട്ടുള്ളൊരു സംഭവമാണത്. ചെൽസിയുടെ ഈ സീസണിലെ ഫൈനൽ ഗോളും കോൺഫറൻസ് ലീഗ് ഫൈനലിലെ ഫൈനൽ ഗോളും ചെങ്ങായിയാണ് അടിച്ചുള്ളത്. അതൊരു ഫിറ്റിംഗ് സംഭവമാണ്. കായ്സഡോ അൺബിലീവബിളായിരുന്നു ഈ സീസണിൽ. ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം അങ്ങോട്ട് റേസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകൾ നോക്കി കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് സ്റ്റാറ്റ്സുകളാണ്. അതായത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഫൈനൽ തേർഡ് എൻട്രീസ് നടത്തിയുള്ള മറ്റൊരു ചെൽസി പ്ലെയർ ഇല്ല. 11, ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ ചങ്ങായി നടത്തിയുള്ളത് 6, ടാക്കിളുകൾ 2 ഷോട്ട്സ് 2 ഇൻ്റർസെപ്ഷൻസ്. ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ് കായ്സഡോ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ കോൾ പാമ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. സെക്കൻഡ് ഹാഫിൽ ചങ്ങായി കാര്യങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് മാറ്റിമറിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. ആ മൊമെൻറ്റ് ഓഫ് ബ്രില്യൻസ് അതൊക്കെ തന്നെയാണ് എന്താ പറയുക, ക്വാളിറ്റി പ്ലേയേഴ്സിൽ നിന്നും വേൾഡ് ക്ലാസ് ടാലൻറ്റുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അത് കോൾ പാമറാണ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതിനു മുമ്പും എന്താ പറയുക, യൂറോപ്യൻ ഫൈനലുകളിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അല്ലേ. യൂറോ കപ്പിൽ പോലും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള ചങ്ങായിയാണ്, ഗോൾ അടിച്ചുള്ള ചങ്ങായിയാണ്. അതേപോലെ തന്നെ മാൻ സിറ്റിക്ക് വേണ്ടിയിട്ടും ചങ്ങായി അത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ ബിഗ് ഒക്കേഷൻസിൽ അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട്. വീണ്ടും സ്റ്റെപ്പ് അപ്പ് ചെയ്തിരിക്കുകയാണ് ചെൽസിക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സീസൺ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ചെൽസിക്ക് വേണ്ടി അടിച്ചത് കോൾ പാമറാണ്, 15 ഗോളുകൾ. ഏറ്റവും കൂടുതൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ്, 26. ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും കോൾ പാമർ തന്നെയാണ്, 28. ഏറ്റവും കൂടുതൽ കീ പാസുകൾ ചങ്ങായാണ്. ഏറ്റവും കൂടുതൽ ത്രൂ ബോളുകൾ ചങ്ങായാണ്. ഏറ്റവും കൂടുതൽ പെനാൽറ്റി ഏരിയയിലേക്കുള്ള പാസ് കൊടുത്തുള്ള ചങ്ങായാണ്. സെക്കൻഡ് മോസ്റ്റ് അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. സെക്കൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിളുകൾ ചങ്ങായുടെ പേരിലാണ്. ഹയസ്റ്റ് ആ ഒരു റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെൽസി പ്ലേയേഴ്സിൽ ഉള്ളത് ഈ ചങ്ങായിക്ക് തന്നെയാണ് കാര്യം നോക്കുന്നത്. അപ്പോൾ അങ്ങനെ കോൾ പാമറിൻ്റെ ഫോമിൽ ഇടയ്ക്ക് വെച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നല്ലൊരു സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ അല്ല. പക്ഷേ ഈ മത്സരം ഫസ്റ്റ് ഹാഫിൽ അത്ര നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചില്ല. സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് ടേൺ അറൗണ്ട് ചെയ്യാനുള്ള തീരുമാനം ചങ്ങനെ എടുക്കുന്നു. കോൾ പാമർ മാജിക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ചങ്ങായി എൻസോ ഫെർണാണ്ടസ്. ബ്യൂട്ടിഫുള്ളായിട്ട് ഗോൾ ആൻഡ് അസിസ്റ്റ്. അതായത് 2018 ശേഷമാണ് ഒരു യൂറോപ്യൻ ഫൈനലിൽ ഒരു പ്ലെയർ ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. എൻസോ ഫെർണാണ്ടസ് ഗോളും അസിസ്റ്റും ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവസാനത്തെ 3 യൂറോപ്യൻ ഫൈനലുകളിൽ ആരെങ്കിലുമൊക്കെ ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെൽസി പ്ലെയേഴ്സാണ്. അന്ന് ബാക്കുവിലെ ആ യൂറോപ്പ ലീഗ് ഫൈനലിൽ ഈഡൻ ഹസാർഡ് ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒലിവർ ജിരു ഗോൾ ആൻഡ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആർസണലിനെ. അതേപോലെ തന്നെ ഇപ്പോൾ കോൺഫറൻസ് ലീഗിൽ എൻസോ ഫെർണാണ്ടസ് ഗോൾ ആൻഡ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതൊരു ചെൽസി തിങ് ആണ്. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് കോൺഫറൻസ് ലീഗാണ്. ഇവിടെ നമ്മളായിരുന്നു ഫേവറേറ്റ്സ്. ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഇടവരേണ്ട സാഹചര്യം ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം. കാരണം ഇവിടെ അല്ല നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടതുള്ളത്. പക്ഷേ ഇവിടെ വന്ന് പെട്ടിട്ടുള്ളൊരു സാഹചര്യത്തിൽ 6th ചെൽസി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂറോപ്പ ലീഗാണ് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ യുണൈറ്റഡ് FA കപ്പ് അടിച്ച് ഓടിയിട്ടാണ് നമുക്ക് ഈ കോമ്പറ്റീഷനിൽ കളിക്കേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വൺസ് അതിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു ടിയർ ബിലോയിലുള്ള ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിൽ നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ അത് അടിക്കാറാണുള്ളത്. 2 തവണ യൂറോപ്പ ലീഗിൽ നമുക്ക് പിന്നെ പങ്കെടുക്കേണ്ടി വന്നു. ആ 2 തവണ യൂറോപ്പ ലീഗ് അടിച്ച ചരിത്രമുള്ളത്. ഇപ്പോൾ കോൺഫറൻസ് ലീഗിലും വന്നു പെട്ടു, കോൺഫറൻസ് ലീഗും അടിച്ചിരിക്കുകയാണ്. അത് ചരിത്രമാണ്, അത് നമ്മുടെ ഒരു രീതിയാണ്, ഒരു ശൈലിയാണ്. അപ്പോൾ അതാണ് ചെൽസി ഫുട്ബോൾ എന്നുള്ള. മാത്രമല്ല UEFA എല്ലാ ക്ലബ് കോമ്പറ്റീഷനും അടിച്ച ആദ്യ ക്ലബ്ബായിട്ട് മാറിയിരിക്കുകയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. 70കളിൽ കപ്പ് വിന്നേഴ്സ് കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, 90കളിലും കപ്പ് വിന്നേഴ്സ് കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റോമൻ അബ്രാമോവിച്ചിന് മുമ്പാണെന്ന കാര്യം ഓർക്കണം. UEFA സൂപ്പർ കപ്പ് അടിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ യൂറോപ്പ ലീഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കോൺഫറൻസ് ലീഗ് അടിച്ചിരിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗും 2 തവണ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വൺസ് നമ്മളതിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ അത് അടിക്കുന്നത് തന്നെയാണ് ഔചിത്യമായിട്ടുള്ള സംഭവം. അത് അടിച്ചിട്ടില്ലെങ്കിൽ അത് നാണക്കേടാണ്. പിന്നെ വേറെ കാര്യം, ബിഗ് ക്ലബ്ബുകളൊന്നും കോൺഫറൻസ് ലീഗിലൊന്നും കളിക്കില്ല. അത് വേറെ കാര്യം കേട്ടോ. നമ്മുടെ ഒരു ഡൗൺഫോൾ സംഭവിച്ചാണ്. അപ്പോൾ അതിൽ ചെന്ന് വിട്ടു. ഇപ്പോൾ റയൽ മാഡ്രിഡോ ബാഴ്സലോണയോ ബയർ മ്യൂണിക്കോ അവരൊന്നും എന്തായാലും ഇപ്പോൾ കോൺഫറൻസ് ലീഗ് കളിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോൺഫറൻസ് ലീഗ് അടിക്കാൻ പറ്റില്ല. റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം യൂറോപ്പ ലീഗ് പോലും കളിക്കില്ല. അപ്പോൾ അവർ യൂറോപ്പ ലീഗ് അടിക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. അപ്പോൾ അവർ കോമ്പീറ്റ് ചെയ്യുന്നത് അത്രയും എലീറ്റ് കോമ്പറ്റീഷനിൽ മാത്രമാണ്. അപ്പോൾ അതിനെ വല്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് സംസാരിക്കേണ്ട തരത്തിലുള്ള ഒരു സ്റ്റാറ്റല്ല. പക്ഷേ നമുക്കിങ്ങനെ പറയാം എല്ലാം നമ്മൾ ജയിച്ചു എന്നുള്ളത്.
ചില ബിഗ് ക്ലബ്ബുകൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതാണ് കാരണം അതിൽ ചെന്ന് പെടരുതേ എന്നുള്ളതായിരിക്കും അവരുടെയൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെയും ആഗ്രഹം തന്നെയാണ് ഇനി ഇതിൽ ചെന്ന് പെടാനുള്ളൊരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയാം. മാർക്ക് കുക്കരയുടെ വയസ്സ് 26 ഇന്നലെ ചെൽസിക്ക് വേണ്ടി ഫൈനലിൽ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പ്രായം കൂടിയ ചങ്ങായി കുക്കുരയായിരുന്നു. പക്ഷേ കുക്കുരയുടെ കാട്ടിക്കൂട്ടുകണ്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നില്ല, ഏറ്റവും പ്രായം കുറഞ്ഞെന്നാണ് തോന്നുള്ളൂ എന്തായാലും. പക്ഷേ പുള്ളിക്കാരാണ് ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ചങ്ങായി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരൊറ്റ തവണ മാത്രമാണ് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു 27കാരൻ പോലും കളിക്കാത്ത ഒരു യൂറോപ്യൻ ഫൈനൽ സംഭവിച്ചിട്ടുള്ളത്. അത് നടന്നുള്ളത് 1978-79 UEFA കപ്പിൻ്റെ ഫൈനലാണ്. മോൺഷൻഗ്ലാഡ്ബാക്കും റെഡ് സ്റ്റാർ ബെൽഗ്രേഡും തമ്മിലുള്ള മത്സരത്തിൽ റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനും ഒരൊറ്റ പ്ലെയർ പോലും 27 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്നില്ല ആ മത്സരത്തിലുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇതൊരു യങ് സ്ക്വാഡാണ്. യങ് സ്ക്വാഡ് സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സിൽവർ വെയർ അടിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ട്രോഫിയിൽ മുത്തമിടുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ രുചി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ അഗെയിൻ ഞാൻ വീണ്ടും പറയാണ്, ഈ വീഡിയോ നിർത്തുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ട്രോഫി അടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ക്ലബ്ബല്ല. അത് പ്ലേയേഴ്സ് മനസ്സിലാക്കണം, മാനേജർ മനസ്സിലാക്കണം, ഓണർഷിപ്പ് മനസ്സിലാക്കണം. അവർക്ക് അതിൻ്റെ ഒരു ധാരണ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ആ ഒരു ധാരണ ഉണ്ടായിരിക്കും. ഇതൊരു റൈറ്റ് സ്റ്റെപ്പ് എന്നുള്ള ഇതിലായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അടുത്ത സീസൺ നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ UEFA കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ചെൽസിയെ പോലെയുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുള്ള നല്ല രീതിയിൽ വെൽത്തി ആയിട്ടുള്ള, അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് റാങ്കിങ്ങും അത്ര മോശമൊന്നും ഇല്ലാത്ത ക്ലബ്ബുകളെ ഒന്നും ഈ രീതിയിൽ കോൺഫറൻസ് ലീഗിൽ പങ്കെടുപ്പിക്കരുത് എന്നുള്ളതാണ്. കാരണം ഇത് എന്നൊക്കെ പറഞ്ഞാൽ ബെറ്റിസൊന്നും അവരുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയില്ല. ബെറ്റിസിനെ പോലെ ആ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒളിമ്പിയാക്കോസ് അടിച്ചിട്ടുള്ള പോലെ അവർക്കൊക്കെ ടൈറ്റിൽ അടിക്കാനുള്ള ഒരു അവസരമായിട്ടും, അങ്ങനെയുള്ള ക്ലബ്ബുകൾക്ക് ഒരു യൂറോപ്യൻ കിരീടം അടിക്കാനുള്ള ഒരു അവസരമായിട്ടും അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷനായിട്ടും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ തുടരണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെൽസിയെ പോലെയുള്ള ക്ലബ്ബുകൾ ഇടയ്ക്ക് വെച്ചിട്ട് താഴോട്ട് പോകുമ്പോൾ നോക്കേണ്ടത് വെൽത്തി ആണോ നോക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റൊക്കെ തിരിച്ച് ഇപ്പോൾ കോൺഫറൻസ് ലീഗിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ മുൻ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. പക്ഷേ ആ രീതിയിലല്ലല്ലോ അവരിപ്പോൾ ഉള്ളത്. സ്റ്റിൽ എന്താണ് മോശമില്ലാത്ത രീതിയിലുള്ള പൈസ, കാരണം പ്രീമിയർ ലീഗ് ക്ലബ്ബ് ആയതുകൊണ്ട്. പക്ഷേ അവരുടെ ഒരു എൻട്രി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വെസ്റ്റ് ഹാം കളിച്ചതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ചെൽസിയെ പോലെ ഉള്ള ക്ലബ്ബുകൾ ഈ രീതിയിൽ ഈ കോമ്പറ്റീഷനിൽ വന്നു വിട്ട് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. അതൊരു ഫെയർ പ്ലേ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി, എന്നെ സംബന്ധിച്ചു. അങ്ങനെയുള്ള ഒരു ഡിസിഷൻ UEFA എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. എന്തായാലും നമ്മൾ വന്നു വിട്ട് കഴിഞ്ഞാൽ കപ്പടിച്ചാൽ ശീലം, അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ കൊഡോസയും മിഡ്ഫീൽഡിൽ ഫാന്റാസ്റ്റിക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ സെബാലിയൊക്കെ റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ബെറ്റി സംബന്ധിച്ചോളം അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ഗുസ്തോ വേക്കൻ്റ് ചെയ്തിട്ടുള്ള ആ രീതിയിലൂടെ അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം നല്ല രീതിയിൽ അറ്റാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ടും എൻസോ മരസിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫിൽ ആ ചേഞ്ചും ചങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ. പക്ഷേ ആ രീതിയിൽ തുടക്കത്തിൽ തന്നെ റീസിനെ കളിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പിന്നീട് മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് റീസിനെ കളിപ്പിക്കണം തന്നെയാണ് ആഗ്രഹം. കോളിനെ പോലുള്ളൊരു പ്ലെയറാണ് റീസ് എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. പക്ഷേ റീസിനെ സംബന്ധിച്ചോളം ഇഞ്ചുറി പ്രശ്നങ്ങൾ വല്ലാണ്ട് ചങ്ങനെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ മിനിറ്റ്സ് മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻസോ മരസ്ക രീതിയിൽ ചങ്ങനെ മാനേജ് ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് ലോജിക്കലായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ്. അപ്പോൾ ഫെയർ പ്ലേ, അത്രേ എനിക്ക് പറയാനുള്ളൂ ആ ഒരു കാര്യത്തിൽ. കാരണം റീസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇപ്പോൾ ഫിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് മാനേജ് ചെയ്തിട്ടുണ്ട്, സന്തോഷം. പക്ഷേ എന്തായാലും റീസ് ഒരു വേൾഡ് ക്ലാസ് ടാലൻറ്റ്. അത് അദ്ദേഹം ഈ മത്സരം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. റീസ് ജെയിംസ് വന്നതോടുകൂടിയിട്ട് എന്താണ്, റീസ് ജെയിംസ് ഇൻവേർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ കംഫർട്ടബിൾ ഓൺ ദ ബോളാണ്. പിന്നെ മാത്രമല്ല ബെറ്റിസിൻ്റെ ആ ഒരു പ്രസ്സിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുന്നു. അതുകൂടിയിട്ട് ചെൽസി സംബന്ധിച്ചോളം ഓൺ ദ ബോൾ കംഫർട്ടബിളായി. പിന്നെ ക്വിക്കറായിട്ട് ചെൽസി പാസുകൾ മുമ്പോട്ട് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ഹാഫിൽ വളരെ പാസീവായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒബ്ജക്റ്റീവ്സൊക്കെ എൻസോ മരസ്ക സെറ്റ് ചെയ്തിട്ടുള്ളൊരു സീസണാണ്. ഇനി എന്ത് എന്നുള്ളതാണ്. ശരിക്കും ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ചെയ്യേണ്ടതായിട്ടുള്ള പരിപാടികൾ അടുത്ത സീസൺ മുതൽ ചെയ്യാൻ സാധിക്കുമോ? ചെയ്തേ പറ്റൂ, കണ്ടറിയാം. ഗുഡ് ബൈ.